മലയാള കലണ്ടറിൻ്റെ 13-ാം നൂറ്റാണ്ട് കേരളത്തിൽ മാത്രമാണ് മലയാളത്തിൽ ഒരു കലണ്ടറുള്ളത്. 2024 ആഗസ്റ്റ് 17 ചിങ്ങം 1 കൊല്ലവർഷം 1200-ാം ആണ്ടിലേക്ക് കൊല്ലവർഷത്തിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ നീങ്ങുകയാണ്. 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ഏതാണ് 99 എന്ന് വളരെ പെട്ടെന്ന് പല ആളുകൾക്കും മനസ്സിലാക്കാനാവില്ല. 99 എന്ന് പറയുന്നത് 100 വർഷങ്ങൾക്ക് മുമ്പ് മലയാള വർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 1199 എന്നിപ്പോൾ 1200-ാം ആണ്ടിൽ കിടക്കുമ്പോൾ 1099 ഉണ്ടായ വെള്ളപ്പൊക്കത്തെയാണ് 99 വെള്ളപ്പൊക്കം എന്ന് നമ്മൾ വിളിക്കുന്നത്. മലയാള കലണ്ടർ എന്നുണ്ടായി? മലയാളത്തിൽ പറയുന്ന നക്ഷത്രങ്ങൾ എന്നുണ്ടായി? അത് കേരള ചരിത്രവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ആധുനിക കേരള നിർമ്മിതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്തകൾ, നമ്മുടെ പഠനങ്ങൾ, നവകേരളം നിർമ്മിതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒക്കെ വികസിപ്പിക്കുന്നതിന് മലയാള കലണ്ടറിൻ്റെ നിർമ്മിതി എന്തിന് എന്നുള്ളത് നാം ഓർത്തു വയ്ക്കേണ്ടതാണ്. മലയാള കലണ്ടർ യഥാർത്ഥത്തിൽ ബ്രാഹ്മണ മേധാവിത്വം നമ്മുടെ കേരളത്തിൽ സ്ഥാപിതമായതിൻ്റെ ഭാഗമായിട്ടാണ് കടന്നു വരുന്നത് എന്ന് നാം മറന്നു പോകരുത്. അതായത് ഇന്നേക്ക് ഈ ചിങ്ങം 1 മുമ്പ് 1200 വർഷക്കാലം മുമ്പാണ് മലയാള കലണ്ടർ ഇവിടെ ഏർപ്പെടുത്തപ്പെട്ടത്. അതായത് ബ്രാഹ്മണ മേധാവിത്വത്തിൽ നമ്മുടെ സമൂഹം കീഴ്പ്പെട്ടു പോയത്. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് പൗരോഹിത്യമാണ്. ബ്രാഹ്മണ പൗരോഹിത്യം എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത് കേരളത്തിന് പരിചിതമായ കാര്യമായിരുന്നില്ല. കേരളത്തിൽ ബ്രാഹ്മണരുണ്ടായിരുന്നില്ല. ബ്രാഹ്മണർ കേരളത്തിലെത്തിയത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ ഉത്തരദേശം കർണാടകത്തിൽ നിന്നുമാണ്. 3 ദേശങ്ങളിൽ നിന്നാണ് ബ്രാഹ്മണർ കേരളത്തിലെത്തിയത്. അവർ കേരളത്തിലെത്തിയ ശേഷം ബ്രാഹ്മണ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് കേരളപ്പഴമ അല്ലെങ്കിൽ കേരള മാഹാത്മ്യം, പരശുരാമൻ മഴുവെറിഞ്ഞ് കേരളമുണ്ടായി എന്നുള്ള കഥകൾ ഇവയൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെട്ടത്. ആ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്തു എന്ന് പറയുന്നത് പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടായ കേരളം പാപമോചനത്തിനായി ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നു. അങ്ങനെ 64 നമ്പൂതിരി ഗ്രാമങ്ങൾ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെടുന്നു. ആ നമ്പൂതിരി ഗ്രാമങ്ങളിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവിതം സൃഷ്ടിക്കപ്പെടുന്നു. ആരാധനാലയങ്ങൾ, പുതിയ ജീവിതക്രമങ്ങൾ ഒക്കെ രൂപപ്പെടുന്നു. അങ്ങനെ പരശുരാമൻ മഴുവെറിഞ്ഞ് സൃഷ്ടിക്കപ്പെട്ട കേരളത്തെ കരമഴുവായി ഇവിടുത്തെ ബ്രാഹ്മണർക്ക് കൊടുത്തു എന്നതുകൊണ്ട് നാമജപങ്ങൾ ഇവിടെ ഏർപ്പെടുത്തപ്പെട്ടതും ആ അടിസ്ഥാനത്തിലാണ്. ഭംഗിയോടെ ഭൂമിയെല്ലാം ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമാം. ഈ ഭൂമി ബ്രാഹ്മണനുള്ളതാണ്. ശബ്ദധാരാവലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രാഹ്മണൻ എന്ന പദത്തിന് ഭൂമിദേവൻ എന്നാണ് അർത്ഥം. ഈ ഭൂമിയുടെ ഉടമ ബ്രാഹ്മണനാണ്. രാജാവിൻ്റെ ചുമതല ബ്രാഹ്മണ പൂജയാണ്. ഒരു ചോദ്യം ചോദിക്കുന്നു, ഏതാണ് നല്ല രാജഭരണം? ഏതാണ് നല്ല ഉത്തമമായ ഭരണം? സ്വസ്തി പ്രജാഭ്യം പരിപാലയാം താം ന്യായേന മാർഗേന മഹീം മഹേഷ. ആരാണ് ശരിയാവണ്ണം ന്യായമാർഗത്തിൽ രാജ്യം ഭരിക്കുന്നത്? അതിന് കിട്ടുന്ന ഉത്തരം എന്താണ്? ഗോ ബ്രാഹ്മണഭ്യ ഇതമസ്ത നിത്യം ലോക സമസ്ത സുഖിനേ ഭവന്തു. ഗോക്കളെയും ബ്രാഹ്മണരെയും നന്നായി പരിപാലിക്കുന്ന ലോകത്തിന് സുഖം വരട്ടെ.
ഇത് ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നടപ്പായിരുന്ന ഒരു കാര്യത്തെ കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ 1200-ാം വാർഷികം എന്നുള്ളതാണ് കൊല്ലവർഷം 1200 എന്നതിലേക്ക് എത്തുന്നത്. ഈ വർഷം 1200-ാം ആണ്ട് ആരംഭിക്കുന്നതോടുകൂടി കൊല്ലവർഷ കണക്കിൽ ഒരു നൂറ്റാണ്ടിൻ്റെ പിറവിയാണ്. നമ്മളിപ്പോൾ നൂറ്റാണ്ട് പിറക്കുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ടാകും. ഇപ്പോൾ സഹസ്രാബ്ദം പിറന്നു, 2000-ാം ആണ്ട് ഒരു സഹസ്രാബ്ദ പിറവിയാണ്. 1000-ാം ആണ്ട് ക്രിസ്തുവിന് ശേഷം വീണ്ടും 2000-ാം ആണ്ട് പിറന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് നൂറ്റാണ്ടിൻ്റെ പിറവികൾ വരുന്നു. സഹസ്രാബ്ദത്തിൻ്റെ പിറവി, നൂറ്റാണ്ടിൻ്റെ പിറവി. കൊല്ലവർഷത്തെ സംബന്ധിച്ച് ഒരു സഹസ്രാബ്ദവും കഴിഞ്ഞ് 2 നൂറ്റാണ്ടുകൾ പിറന്ന് ഇപ്പോൾ 13-ാമത്തെ നൂറ്റാണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മലയാള കലണ്ടർ കൊണ്ട് എന്താ പ്രയോജനം? മലയാള കലണ്ടർ പ്രകാരം നമ്മുടെ നാട്ടിലെ ആളുകൾ ജീവിക്കുന്നുണ്ടോ? ആളുകളുടെ ദൈനംദിന ജീവിതത്തിൽ മലയാള കലണ്ടറിന് എന്താണ് ബന്ധമുള്ളത്? ആരാധനയുമായി ബന്ധപ്പെട്ട്, ജന്മനാളുമായി ബന്ധപ്പെട്ട് ആളുകൾ മലയാള കലണ്ടർ ഉപയോഗിക്കാറുണ്ട്. അത്തം, ചിത്തിര, ചോതി, വിശാഖം, അനിഴം, കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, ഔട്ടം, ചതയം തുടങ്ങി ഇങ്ങനെ നമ്മൾ പറയുമല്ലോ. തിരുവോണം, ഔട്ടം, ചതയമൊക്കെ പറയുമല്ലോ. ഈ പറയുന്ന നാളുകളൊക്കെ നോക്കൂ. ആ നാളുകളൊക്കെ തന്നെ മലയാള കലണ്ടർ പ്രകാരം ഒരു മാസത്തെ 28 ദിവസങ്ങളായി ഭാഗിച്ചിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് രൂപപ്പെടുത്തിയ കാലത്ത് എത്ര ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിവുണ്ടായിരുന്നതുള്ളതാണ് ഓരോ നാളും ഓരോ ഗ്രഹങ്ങളുടെ പേരിട്ട് വിളിക്കുന്നതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇന്ന് ലോകത്ത് 5300-ലേറെ ഗ്രഹങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നാമകരണം നടന്നു കഴിഞ്ഞു. ഇന്നൊരു കലണ്ടർ ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ഗ്രഹത്തിൻ്റെ പേര് ഓരോ നാളിനും ഇടാൻ പറ്റുന്നത്? നിങ്ങളൊരു നാളിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ അത്തത്തിൽ പിറന്നു, അല്ലെങ്കിൽ മറ്റൊരു നാളിൽ ജനിച്ചു എന്ന് പറഞ്ഞാൽ ആ നാളിന് പേരിടുമ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഉപയോഗിക്കപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിൽ നാം തിരിച്ചറിയുന്ന കാര്യം എന്താണ്? നമ്മുടെ കലണ്ടറുമായി ബന്ധപ്പെട്ട്, മലയാള കലണ്ടറുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് മലയാള വർഷം, കൊല്ലവർഷം, അത് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് കലണ്ടറുമായി ബന്ധപ്പെട്ട താരതമ്യം എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട ചിന്തയുടെ ഭാഗമാണ്. ഇവിടെയാണ് ഒരു ആശയമണ്ഡലത്തിൽ മേധാവിത്വം സ്ഥാപിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണ പൗരോഹിത്യം ഈ പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ കേരള സൃഷ്ടിയെക്കുറിച്ച് ആഖ്യാനമുണ്ടാക്കിയത്. അതിനെതിരായി കേരളത്തിൽ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട നവോത്ഥാന ധാരകളിൽ ചട്ടമ്പി സ്വാമികൾ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, വേദാധികാര നിരൂപണം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു പുസ്തകമാണ് പ്രാചീന മലയാളം. പ്രാചീന മലയാളം എന്ന് പറയുന്നത് ഈ മലയാളക്കര എങ്ങനെ ഇപ്രകാരം രൂപപ്പെട്ടു വന്നു, ജാതി വ്യവസ്ഥയുള്ള ഒരു കേരളമായി തീർന്നു. നമ്മുടെ കേരള ചരിത്രത്തിൽ എഴുതിയിട്ടുള്ള ധാരാളം ആളുകളുണ്ട്. അവരുടെ എല്ലാം പഠനങ്ങൾ തെളിയിക്കുന്ന കാര്യം എന്താണ്? നമ്മുടെ കേരളം എന്ന് പറയുന്നത് ബ്രാഹ്മണരുണ്ടായിരുന്ന ഒരു നാടല്ല. ക്ഷത്രിയർ ഈ നാട്ടിലുണ്ടായിരുന്നില്ല. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും കേരളത്തിന് പുറത്തുനിന്ന് ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് അധികാരസ്ഥാനങ്ങളിലെത്തുകയായിരുന്നു. മേൽത്തരം വിശ്വാസങ്ങളുടെ ഭാഗമായി, അതിൻ്റെ ആഖ്യാനങ്ങളുടെ ഭാഗമായി, കഥകളുടെ ഭാഗമായി അധിനിവേശം കടന്നു വരികയായിരുന്നു. ഇതിൻ്റെ എല്ലാം ഫലമായി ഇവിടുത്തെ മറ്റു ജനവിഭാഗങ്ങൾ, അതിൽ ഈഴവ ജനവിഭാഗങ്ങളുണ്ട്, നായർ ജനവിഭാഗങ്ങളുണ്ട്. ആ രണ്ടു കൂട്ടരും എങ്ങനെയാണ് ചവിട്ടിയരയ്ക്കപ്പെട്ടത്, അധസ്ഥിതരാക്കപ്പെട്ടത് എന്നതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. 1948 കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം EMS എഴുതി. 1946 EMS എഴുതിയിട്ടുള്ള 1.25 കോടി മലയാളികൾ എന്ന ലഘുലേഖയിൽ നിന്നാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകമുണ്ടാകുന്നത്. ആ പുസ്തകം നോക്കുമ്പോൾ കാണാം, കേരളത്തിലുണ്ടായിരുന്ന നായകന്മാർ തന്നെ എന്ന കാഴ്ചപ്പാടോടുകൂടി സമൂഹത്തെ മുന്നോട്ട് നയിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ ഏറ്റവും പ്രബലമായൊരു വിഭാഗമായിരുന്നു. ഈഴവരാകട്ടെ ഏറ്റവും ഉയർന്ന ചിന്തയും ഏറ്റവും ഉയർന്ന ശേഷിയുമുള്ളൊരു സമൂഹമായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കൂസ് ഇൻഡിക്കൂസ് എന്ന പുസ്തകം, അതായത് മലബാറിലെ 10-750ഓളം ഇനം സസ്യജാലങ്ങളുടെ വേര്, ഇല, പൂവ്, കായ, നിണം, മണം, ഗുണം തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ എല്ലാം ചേർത്തിട്ടുള്ള ഒരു നിഘണ്ടു സമാനമായ പുസ്തകമാണ്
മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചുള്ള വിവരണം ഹോർത്തൂസ് മലബാറിക്കൂസ് ഇൻഡിക്കൂസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് കടക്കരപ്പള്ളിക്കാരനായ ശ്രീ ഇട്ടി അച്യുതൻ, ഈഴവ സമുദായത്തിൽപ്പെട്ടയാളാണ്. ഇതേപോലെ ഈഴവ സമുദായത്തിൽപ്പെട്ട ധാരാളം ആളുകൾ ഉന്നതമായ വൈദ്യവൃത്തിയും മറ്റു കാര്യങ്ങളിലും സംസ്കൃത പഠനത്തിലുമൊക്കെ മുൻനിന്നിരുന്നു എന്നുള്ളതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. മൂലൂർ പത്മനാഭ പണിക്കർ ഒക്കെ തന്നെ അത്തരം വിദ്യാഭ്യാസമുണ്ടായിരുന്ന, ഉയർന്ന ചിന്തയുണ്ടായിരുന്ന ഒരു പണ്ഡിത സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ്. അവരൊക്കെ കടന്നു വന്നത് എങ്ങനെയാണ്? ജാതിയിൽ താഴ്ന്നവർക്ക് പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു വ്യവസ്ഥ അടിച്ചേൽപ്പിച്ചുകൂടെ? നിങ്ങൾക്ക് വേദം പഠിക്കാൻ അവകാശമില്ല എന്നൊരു ധാര അടിച്ചേൽപ്പിച്ചു. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇത് സ്വായത്തമാക്കിയൊരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു ബുദ്ധമത ഗ്രന്ഥമായ അംഗുത്തര നികായ എന്ന പുസ്തകം നമ്മുടെ കേരളത്തിൽ നിന്നും അതിൻ്റെ കോപ്പി ലഭ്യമായിരുന്നതിൽ നിന്ന് ബുദ്ധമത വ്യാപനത്തിൻ്റെയും ജൈനമത വ്യാപനത്തിൻ്റെയും ജാതി വ്യവസ്ഥ ഇല്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെയും അടയാളങ്ങളാണ് സമൂഹത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ സമീപകാലത്ത് കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്തെ പറവൂർ ഉത്ഖനനം തെളിയിക്കുന്ന എന്താണ്? നമ്മുടെ കേരളത്തിൽ പരശുരാമന് മഴൂരണമെങ്കിൽ ആയുധങ്ങൾ വേണം. ആയുധങ്ങളില്ലാതിരുന്നൊരു സമൂഹമുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് കാണുന്ന ദൈവസങ്കല്പങ്ങളൊന്നും തന്നെ ഇല്ലാതിരുന്ന, വിഗ്രഹങ്ങളില്ലാതിരുന്ന, പ്രാപഞ്ചിക ദൈവ ആരാധനകളുണ്ടായിരുന്ന ഒരു സമൂഹമുണ്ടായിരുന്നു. അതാണ് പട്ടണ ഉത്ഖനനം തെളിയിക്കുന്നത്. അപ്പോൾ മലയാള കലണ്ടർ ഉണ്ടായിട്ട് 1200 വർഷമേ ആയുള്ളൂ എന്ന് പറഞ്ഞാൽ കേരളപുത്രരുടെ നാട് എന്ന് കേരളത്തെ വിളിക്കപ്പെട്ട അശോകശാസ്ത്രങ്ങളിലെ കാലം മുതൽ അതിന് ഏതാണ്ട് ഒരു 2200-അപ്പുറമുള്ള കാലമാണ്, 2300-അപ്പുറമുള്ള കാലമാണ് ഈ പറയുന്നത്. അറിയപ്പെടുന്നൊരു കേരളം ബുദ്ധമത പ്രഭാവത്തിൻ്റെ, ജൈനമത പ്രഭാവത്തിൻ്റെ, അതുപോലെ സംഘകാല നന്മകളുടെ ഭാഗമായി ജാതി വ്യവസ്ഥയില്ലാതെ, അടിച്ചമർത്തലില്ലാതെ, ചാതുർവർണ്ണത്തിൻ്റെതായ നിയമങ്ങളില്ലാതെ, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതെ ജീവിച്ചിരുന്നൊരു സമൂഹത്തിലേക്കാണ് ബ്രാഹ്മണ്യം കെട്ടിയേൽപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി വിശ്വാസങ്ങൾ വരികയും അത് നമ്മുടെ സമൂഹത്തെ പിന്നോട്ടടിപ്പിക്കുകയും ചെയ്തത്. അത് നായർ സമുദായത്തെ എങ്ങനെയാണ് പിന്നോട്ടടിപ്പിച്ചത് എന്ന് ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭനും സൂചിപ്പിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നായർ സമുദായം ഈ സംസ്കാര വ്യാപനത്തിൻ്റെ അധിനിവേശത്തിന് ഇരയായി തീർന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് മരുമക്കത്തായം വന്നത്. കേരളത്തിൽ നായന്മാർ മക്കത്തായം സ്വീകരിച്ചിരുന്നവരാണ്. ആ നായന്മാരിലേക്കാണ് മരുമക്കത്തായം എന്ന് പറയുന്നൊരു വ്യവസ്ഥ അടിച്ചേൽപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടോ നമ്പൂതിരിമാരായി വരുന്നവർ വീടുകളിൽ സംബന്ധം കൂടുകയും അതിൽ കുട്ടികളുണ്ടാവുകയും, അപ്പോൾ അത്തരമൊരു സന്ദർഭം വരുമ്പോൾ അവകാശം ആർക്ക് എന്നൊരു തർക്കം വരാതിരിക്കാൻ മരുമക്കൾക്ക് സ്വത്ത് കൊടുക്കുക എന്നതിലേക്ക് മരുമക്കത്തായത്തിലേക്ക് കേരളം പോയി. മരുമക്കത്തായത്തിൽ നിന്നും മക്കത്തായത്തിലേക്ക് കേരളത്തെ എത്തിക്കാൻ നടന്ന ഒരു നവോത്ഥാന സമരം എന്ന് പറയുന്നത് ചരിത്രപരമായി വലിയ പങ്കാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ വ്യക്തിഗത അണുകുടുംബങ്ങളിലേക്ക് നമ്മൾ പോയിരിക്കുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ മാറി. ഈ കൂട്ടുകുടുംബവസ്ഥ മാറി എന്ന് പറയുമ്പോൾ കൂട്ടുകുടുംബങ്ങളിലെ പഴയ നില എന്ന് പറയുന്നത് മക്കൾക്ക് സ്ഥാനമില്ലാതിരുന്ന കൂട്ടുകുടുംബങ്ങളായിരുന്നു. മരുമക്കളാണ് അവിടെ അധികാരമുണ്ടായിരുന്നത്, അല്ലെങ്കിൽ മരുമക്കളെയാണ് ഏറ്റവും കൂടെ പരിഗണിച്ചിരുന്നത്. ഇന്നതല്ല സ്ഥിതി. അപ്പോൾ കുടുംബ വ്യവസ്ഥയിൽ മാറ്റം വന്നത് നവോത്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഈഴവ സമുദായത്തെ സംബന്ധിച്ച് അതുപോലെ ജാതിയിൽ താഴ്ന്നവരായി അന്ന് കരുതപ്പെട്ടിരുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ച് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ. അതിലൊരു കഥ പറയുന്നത്, ഈഴവ സമുദായത്തെ സംബന്ധിച്ച് തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു, തീണ്ടിക്കൂടായ്മ ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ ബോധപൂർവം ഈഴവ സമൂഹത്തിൻ്റെ മേലയിലേക്കും തീണ്ടിക്കൂടായ്മ എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കപ്പെട്ടത് ഇതിൻ്റെ ഭാഗമായി വീണ്ടും അധിനിവേശം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായി എന്നുള്ള പഠനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ നാം തിരിച്ചറിയുന്ന കാര്യം എന്താണ്? കൊല്ലവർഷം 1200 പിന്നിടുമ്പോൾ 1200 കൊല്ലത്തെ മലയാളത്തിലെ പൗരോഹിത്യത്തിൻ്റെ അധിനിവേശത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ അധിനിവേശത്തിൻ്റെ 1200 കൊല്ലങ്ങളാണ് നാം കാണുന്നത്. ഈ 1200 കൊല്ലത്തെ ചാതുർവർണ്ണത്തിൻ്റെ അധിനിവേശം, മനുസ്മൃതിയുടെ അധിനിവേശം കേരളത്തെ ശക്തിപ്പെടുത്തിയോ? അതുകൊണ്ടാണ് പ്രാചീന മലയാളത്തിൽ നിന്ന് ആധുനിക മലയാളത്തിലേക്ക്, പ്രാചീന മലയാളത്തിൽ നിന്ന് നവകേരളത്തിലേക്ക്,
നവകേരളത്തിലേക്ക് നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സമൂഹത്തിനകത്ത് വിശ്വാസത്തിൻ്റെ മറവിൽ കെട്ടിവെച്ചിരിക്കുന്ന പലതിനെയും കുടഞ്ഞെറിയാതെ ആധുനിക കേരളം സൃഷ്ടിക്കാനാവില്ല, പുതിയ കേരളത്തിലേക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ട് മലയാള കലണ്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണോ നമ്മുടെ സമൂഹത്തിൽ തീരെ പ്രാധാന്യമില്ലാതായി പോകുന്നത്, അത് ഈ സമൂഹത്തിലെ വിശ്വാസപരമായ ചില മേഖലകളിൽ ഉപയോഗിക്കപ്പെടുകയോ ദുരുപയോഗിക്കപ്പെടുകയോ ചെയ്യുന്നതിനപ്പുറത്ത് അതിന് പ്രാധാന്യമില്ലാതെ പോകുന്നത്, അത് തിരിച്ചറിയുമ്പോഴാണ് കൊല്ലവർഷം എന്നറിയപ്പെടുന്ന 1200 കൊല്ലത്തെ അധിനിവേശത്തിൽ നിന്നും കുടഞ്ഞെറിഞ്ഞ് പുതിയ മോചനത്തിൻ്റെ വഴികൾ നമ്മുടെ സമൂഹം നേടേണ്ടത് എന്ന് നാം ചിന്തിക്കേണ്ടത്. ഒരു കാര്യം നാം തിരിച്ചറിയുക, കേരളത്തിൽ മാത്രമായി എങ്ങനെയാണ് ഒരു കലണ്ടർ നിലനിൽക്കുക? ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും ബാധകമല്ലാത്തൊരു മലയാള കലണ്ടർക്ക് എത്ര കാലം ആയുസ്സുണ്ടാകും? അപ്പോൾ താൽക്കാലികമായി ഏർപ്പെടുത്തപ്പെട്ട കലണ്ടറിൻ്റെ ഉപയോഗം തീർന്നാൽ കലണ്ടർ ഇല്ലാതെയാകും. എത്ര കൊല്ലം കൂടി മലയാള കലണ്ടർ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കും? നമ്മുടെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ട വിശ്വാസങ്ങൾക്ക് ഒരവസാനമുണ്ടാകണ്ടേ? മേധാവിത്വ ശക്തികൾ, ദ്വിജന്മാരെന്നറിയപ്പെടുന്ന 2 ജന്മങ്ങളുള്ള ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ കുലങ്ങൾക്ക് അവരുടെ അധീശത്വം നിലനിർത്തുന്നതിന് വേണ്ടി അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു സംവിധാനം. ഇന്ന് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരുമായിട്ടുള്ള മനുഷ്യർ ആ ജോലികളൊന്നുമല്ല ചെയ്യുന്നത്. ക്ഷത്രിയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളെല്ലാം ജോലി ചെയ്യുന്നത് രാജാക്കന്മാരുടെ പണിയാണോ? അല്ല, എത്രയോ വ്യത്യസ്ത ജോലികൾ ചെയ്യുന്നു. ബ്രാഹ്മണരോ? 1944 EMS നമ്പൂതിരിപ്പാട് ഓങ്ങല്ലൂർ പ്രസംഗത്തിൽ പറഞ്ഞു, ബ്രാഹ്മണ സമൂഹത്തിൻ്റെ ഒരു സഭയുടെ സമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത്, യോഗക്ഷേമ സഭ. അതിൽ പറയുന്നു, ബ്രാഹ്മണർ ഈ അമ്പലങ്ങളിൽ പോയിട്ട് അവിടെ പോയി പടച്ചോറുണ്ടൊക്കെ ജീവിക്കുന്ന രീതി മാറണം, അന്തർജനങ്ങൾ പണിക്ക് പോകണം, തൊഴിൽശാലകൾ ഉണ്ടാക്കണം. അന്നൊരു നാടകത്തിൻ്റെ പേരായിരുന്നു തൊഴിൽശാലയിലേക്ക്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. അന്തർജനങ്ങൾക്കൊരു പണിയും കിട്ടിയില്ലെങ്കിൽ കിഴിഞ്ഞ പണിയായ തോട്ടിപ്പണിക്ക് പോയാണെങ്കിലും ജീവിക്കണമെന്ന് പറഞ്ഞ ഒരു EMS നമ്പൂതിരിപ്പാടിനെ കേരളം അറിയണം. അങ്ങനെ കുടഞ്ഞെറിഞ്ഞു പോകുന്ന മുന്നോട്ട് പോകുന്ന കേരളത്തെയാണ് ഇന്ന് പിന്നോട്ട് യാത്ര ചെയ്യിക്കാൻ കുറേ ആളുകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്ര താങ്ങി നിർത്തിയാലും ഒരിക്കലും നിലനിർത്താനാവാത്ത വിധം പുതിയ തിരിച്ചറിവുകളുടെ കാലത്താണ് പുതിയ സമൂഹം ജീവിക്കുന്നത്. അതുകൊണ്ട് മലയാള കലണ്ടർ അധിനിവേശത്തിൻ്റെ കലണ്ടറാണ്. അതിന് എത്ര കാലം ആയുസ്സുണ്ടാകും എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നന്ദി.